വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് Q&A സെക്ഷനുമായിട്ടാണ്. നമ്മുടെ തേർഡ് അലോട്ട്മെന്റ് LBS BSc നഴ്സിംഗ് തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അത് ബേസ് ചെയ്തിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബേസിൽ നിങ്ങൾ ചോദിച്ച ഡൗട്ട്സും അതോടൊപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന ഡൗട്ട്സും കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട്സിലേക്ക് പോകാം. വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ആരും ഫുള്ളായിട്ട് കാണാതെ പോകരുത്. ഫസ്റ്റ് ഡൗട്ട്, ഇതിൽ എനിക്ക് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടിയില്ല, എന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നത് കാണുന്നില്ല. ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആർക്കും ഇനി പ്രൊഫൈലിൽ കാണാൻ പറ്റില്ല. ഇനി അത് സ്പോട്ട് അലോട്ട്മെന്റിന്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് ഒന്നേന്നായിരിക്കും നമ്മൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. അതുവരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്ഷൻ പ്രൊഫൈലിൽ കാണാൻ പറ്റില്ല. ഇനി റീ അറേഞ്ച് ചെയ്യാനും പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഡോക്ടറിൽ നിന്നാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക? OP ഡോക്ടർ കണ്ടാൽ മതിയോ? പിന്നെ ആരെയാണ് കാണുക? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് മേടിക്കേണ്ടത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പൊ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നത് കൊണ്ടായിരിക്കാം ചോദിച്ചത്. അപ്പൊ നമ്മൾ വാങ്ങേണ്ടത് അസിസ്റ്റന്റ് സർജനിയിൽ കുറയാത്ത റാങ്ക് ഉള്ള ഡോക്ടറിൽ നിന്നാണ് വാങ്ങേണ്ടത്. നമ്മുടെ പ്രോസ്പെക്ടസിലും കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസ് എപ്പോഴും നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. OP ഡോക്ടറിനെ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് അതിന്റെ മുകളിലുള്ള HOD അല്ലെങ്കിൽ മെയിൻ ഡോക്ടർ കാണും, അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയതായിരുന്നു, തേർഡ് അലോട്ട്മെന്റ് കിട്ടാത്തത് കൊണ്ടാണോ സെക്കൻഡ് തന്നെ കാണിക്കുന്നത്? നോ അലോട്ടഡ് എന്ന് കാണിക്കുകയില്ലേ? എടാ, തേർഡ് അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റിന് നൈമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ സെയിം കോളേജ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തേർഡ് അലോട്ട്മെന്റിൽ കിട്ടാത്തത് കൊണ്ടാണ് നോ അലോട്ട്മെന്റ് എന്ന് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് അലോട്ട്മെന്റിന് ടോക്കൺ ഫീ അടച്ച് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ലാസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഡയറക്റ്റ് കോളേജിൽ വിളിക്കാം. നിങ്ങളുടെ ന്യായവും കാര്യങ്ങളും സീറ്റും അവിടെ ഉണ്ടോ എന്നുള്ളത് അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ്, ഓഗസ്റ്റ് 20 മുന്നേ എപ്പോ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റും? ഓഗസ്റ്റ് 20 മുന്നേ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ഡേറ്റ് ഫോർ അഡ്മിഷൻ 16 ആണോ 20 ആണോ? ലാസ്റ്റ് ഡേറ്റ് ഫോർ അഡ്മിഷൻ 20 ആണ്. 16 എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ ഉണ്ടാവും. അതായത് ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ കിട്ടാത്ത കുട്ടികൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾക്ക് 16-ാം തീയതി വരെ ടോക്കൺ ഫീ അടയ്ക്കാനുള്ള സമയമാണ്. അവർക്ക് അതിന് മുന്നേ ടോക്കൺ ഫീ അടയ്ക്കണമെങ്കിൽ അടയ്ക്കാം. അടച്ചതിന് ശേഷം ഈ ഓഗസ്റ്റ് 20-ാം തീയതിക്ക് മുന്നേ ആയിട്ട് കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ്, ഞാൻ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തപ്പോൾ അതിൽ അഡ്മിഷൻ ടു BSc നഴ്സിംഗ് 2024 എന്ന് എഴുതി കാണിക്കുന്നു. ഹെഡിങ് 2025 അല്ലേ വേണ്ടത്? 2025 ആണ് കാണിക്കേണ്ടത്. അപ്പോൾ അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. LBSനെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. മാം, എനിക്ക് കിട്ടിയ കോളേജിൽ ചേരാൻ താല്പര്യമില്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്താലല്ലേ ടോക്കൺ ഫീ തിരിച്ചു കിട്ടുകയുള്ളൂ? ടോക്കൺ ഫീ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈറ്റിൽ റീഫണ്ട് ഓപ്ഷൻ വരും. അത് അഡ്മിഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് റീഫണ്ട് ഓപ്ഷൻ വരുന്നത്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് അവർ പറയുന്നുവോ അത് ചെയ്ത് നിങ്ങൾക്ക് റീഫണ്ട് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അതൊരു 3-4 മാസമൊക്കെ ടൈം എടുക്കും. കുറച്ച് ഡിലേ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് ടോക്കൺ ഫീ കിട്ടുകയുള്ളൂ. അതോടൊപ്പം ചോദിച്ചത്, എവിടെയാണോ കിട്ടിയ അവിടെ പോയി തന്നെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്? അവിടെ ചെന്ന് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ റിക്വസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. നമുക്ക് സൈറ്റിൽ വരും എങ്ങനെയാണ് പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളത്. റീഫണ്ട് ഓപ്ഷൻ വരും, അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിക്വസ്റ്റ് ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ചേച്ചി ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലും നിർബന്ധമില്ല ഹോസ്റ്റലിൽ നിൽക്കണമെന്ന്. എനിക്ക് വീട്ടിൽ നിന്നും പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. മതി, വീട്ടിൽ നിന്ന് പോയി വന്നാൽ മതി. അഡ്മിഷൻ 20 മുന്നേ എടുക്കണം എന്നാണ് അലോട്ട്മെന്റ് മെമ്മോയിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് അഡ്മിഷൻ സമയത്ത് ഏകദേശം എത്ര രൂപ കയ്യിൽ കരുതണം? എക്സ്പെക്ട് ഹോസ്റ്റൽ ഫീസ്. എടാ, ഫീസ് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഗവൺമെന്റിന്റെ ആണെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ടസിലുണ്ട്, സെൽഫ് ഫിനാൻസിങ്ങിന്റെ പ്രോസ്പെക്ടസിലുണ്ട്. ഇതെല്ലാം നമ്മൾ വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ആ ഒരു രീതിയിൽ തന്നെയാണ് ഫീസ് സ്ട്രക്ചർ പോയിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ടോക്കൺ ഫീ 25K അടച്ചത് ഈ അഡ്മിഷൻ പോകുമ്പോൾ ബാക്കിയുള്ള ഫീയിൽ ആഡ് ആകില്ലേ? അതെ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇനി ഒരു ഫീ കൊടുക്കണമല്ലോ. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഫീ എന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ഓൾറെഡി 25,000 രൂപ ടോക്കൺ ഫീ അടച്ചു. അത് ഈ 1 ലക്ഷത്തിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി മാത്രം നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് ഫീ അടച്ചാൽ മതി. ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ? ഞാൻ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി വാങ്ങിയതാണ്.
എടാ, വാക്സിൻ ഒന്നും നിങ്ങൾ വെറുതെ കള്ളം പറഞ്ഞ് എഴുതി മേടിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. വാക്സിൻ എടുത്ത കുട്ടികൾ മാത്രമേ എഴുതി മേടിക്കാവൂ. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ ചോദിച്ചിട്ട് വാക്സിൻ ഒക്കെ എടുത്താൽ മതി. നേരത്തെ കൂട്ടി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തായാലും ഞാൻ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മുടെ കോളേജിൽ നിന്ന് തന്നെയാണ് വാക്സിനേഷനും കാര്യങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരുന്നത്. അപ്പൊ നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. അതുപോലെ നിങ്ങൾ പണ്ട് കുഞ്ഞിലെ എടുത്ത വാക്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കുക. കാരണം നിങ്ങൾക്കും മനസ്സിലാക്കാലോ ഏതൊക്കെ വാക്സിൻ എടുത്തെന്ന്. അവർക്കും നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇപ്പോൾ ചില കോളേജസിലൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് എടുക്കാൻ പറയും. ചില കോളേജസ് അവരുടെ തന്നെ ഹോസ്പിറ്റലിൽ കുട്ടികളെ കൊണ്ടുപോയി എടുപ്പിക്കുന്നതുമുണ്ട്. അത് ഓരോ കോളേജിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. എടുത്ത കുട്ടികൾ ഓക്കെ, നിങ്ങൾ അതിന്റെ സ്ലിപ്പ് കാണിക്കുക. അതോടൊപ്പം നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ടുള്ള എടുത്ത എല്ലാ വാക്സിനേഷന്റെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കുക. കാരണം നമുക്ക് അത് കോളേജിൽ കാണിക്കേണ്ടതായിട്ട് വരും. കാരണം അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ വാക്സിൻ നിങ്ങൾക്ക് ഇനി നിങ്ങളെ കൊണ്ട് എടുപ്പിക്കണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റുള്ളൂ. അതൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഞാൻ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ എടുത്തു. ബട്ട് ആ സർട്ടിഫിക്കറ്റിൽ ഹോസ്പിറ്റലിന്റെ സീല് മാത്രമേ ഉള്ളൂ, ഡോക്ടറിന്റെ സീലില്ല. അത് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിക്കുക കേട്ടോ. ഞാൻ പഠിച്ച സമയത്ത് നമ്മുടെ കോളേജിൽ നിന്ന് തന്നെയായിരുന്നു വാക്സിനും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നത്. പുറത്തൊന്നും എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. നിങ്ങൾ കോളേജിൽ ചോദിച്ചതിന് ശേഷം മാത്രം വാക്സിനേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ബെറ്റർ. SP ഫോർട്ട് TVM നല്ല കോളേജാണോ? SP ഫോർട്ട് കുഴപ്പമില്ലടാ, നല്ല കോളേജാണ്. ചേച്ചി, എനിക്ക് TVM അനക്സ്റ്റർ ആണ് കിട്ടിയത്. അനക്സ്റ്ററും മെയിനും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ അത് പുതിയ ബാച്ചാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് മെയിൻ ബാച്ച് മാത്രം ഉള്ളതിനേക്കാളും ഇങ്ങനെ ഒരു ബാച്ച് കൂടെ വരുമ്പോൾ കുറച്ചുകൂടെ കുട്ടികൾക്ക് അവിടെ വാക്കൻസി വരുന്നുണ്ട്. അങ്ങനെയാണ് കുറച്ചുകൂടെ വാക്കൻസി നമുക്ക് ഈ വർഷം കയറിയിട്ടുള്ളത്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിഫറൻസ് വരുന്നത്. നിങ്ങളുടെ സിലബസിലും കാര്യങ്ങൾക്കും ഒന്നും ഡിഫറൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി വീഡിയോയുടെ താഴെ വന്ന കമന്റ് സെക്ഷനിലേക്ക് പോകാം. ചേച്ചി, എത്ര റാങ്ക് വരെ ഉള്ളവർക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റ് എന്നിവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം? ഓക്കെ, ഇത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് 2023 10 അലോട്ട്മെന്റിൽ കൂടുതൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് നടന്നിട്ടുണ്ട്. അതുപോലെ 2024 നടന്നിട്ടുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വാക്കൻസി ഫില്ല് ചെയ്യുന്നത് വരെ ഈ അലോട്ട്മെന്റ്സ് നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കോളേജിലെ, അതായത് LBSലെ ഗവൺമെന്റ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ എത്ര സീറ്റ് ഉണ്ടോ അത്രയും സീറ്റ് ഫില്ലാകുന്നത് വരെ അലോട്ട്മെന്റ് നടക്കും. 2023 ശ്രദ്ധിച്ച് കേൾക്കുക, 280 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് വരെ അവസാനം നിന്നപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 298 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല. കാരണം 2024 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷെ 2025 ഏകദേശം 2023 സാമ്യം വരുന്ന രീതിയിലാണ് ഇപ്പം ഈ വർഷം അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമുക്കൊന്ന് ചവിട്ടി പിടിക്കാം എന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 280 വരെയുള്ള കുട്ടികൾ ഓക്കെയാണ്. പക്ഷെ ഇതിനകത്ത് പറയാനുള്ള മെയിൻ റീസൺ നിങ്ങളുടെ കാറ്റഗറിയാണ്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമുക്ക് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഇനി പുതുതായിട്ട് ഓപ്ഷൻസ് വെക്കണം. നമുക്കത് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ചിലപ്പോൾ ഒരു വാക്കൻസി ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക ലാസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത്. ആ ഒരു വാക്കൻസിക്ക് മാത്രമേ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ആ സീറ്റിന് വേണ്ടി നിന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ വാക്കൻസി ഏതെങ്കിലും SC കാറ്റഗറി ബേസിൽ കിട്ടാത്ത കുട്ടികൾക്കായിരിക്കാം. അപ്പോൾ നിങ്ങൾ ജനറലുള്ള കുട്ടികൾ ആ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. 270 ഇൻഡെക്സ് EWS ആണ്. വെയിറ്റ് ചെയ്യണോ? സ്പെഷ്യൽ കിട്ടുമോ? എടാ, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. 288 ആണ് 2023 ലാസ്റ്റ് കിട്ടിയ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ കാറ്റഗറി ബേസ് ചെയ്ത് ഇരിക്കും. കാറ്റഗറി ബേസിൽ നല്ല രീതിയിൽ മുന്നോട്ടുള്ള റാങ്ക് ആണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും, അതുപോലെ സീറ്റ് വാക്കൻസി നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന കോളേജിൽ ഉണ്ടെങ്കിലും മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ കോളേജ് കിട്ടിയതാണ്. ഇനി കോളേജിൽ പോകേണ്ടതും ബാക്കി ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസും ഒക്കെ അറിയിക്കുമോ? കോളേജിൽ നിന്ന് അറിയിക്കുമോ എന്ന്. ചില കോളേജസ് നിങ്ങളെ വിളിച്ച് പറയും, നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, ഓഗസ്റ്റ് 20 മുന്നേ വന്ന് അഡ്മിഷൻ എടുക്കണമെന്ന് വിളിച്ച് പറയും. ചില കോളേജസ് നിങ്ങൾക്ക് വിളിച്ച് പറയില്ല. നിങ്ങൾ ആ കോളേജിൽ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കുക എപ്പോഴാണ് അഡ്മിഷന് വേണ്ടി വരേണ്ടത്. പ്രത്യേകിച്ച്
ദൂരത്ത് നിന്നും വരുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോ മലപ്പുറം, അതുപോലെ കാസർഗോഡ്, അവിടെ നിന്നൊക്കെ ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. അവരിവിടെ വരുമ്പോൾ കോളേജിൽ വിളിച്ച് ചോദിക്കാതെ വരികയേ ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ കോളേജിൽ വരുന്ന ദിവസം പ്രിൻസിപ്പൾ ലീവ് ആവാം. അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് തിരിച്ചു പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാനൊക്കെ അഡ്മിഷൻ എടുത്ത സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ പോവാം. നമ്മൾ വിചാരിക്കും ഓഗസ്റ്റ് 20 അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവരവിടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ ചോദിക്കാതെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ആയിട്ട് നമ്മൾ പോകുമ്പോഴായിരിക്കും അറിയുന്നത് അവിടെ ആരുമില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ ദൂരത്ത് നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് നല്ലൊരു പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം കോളേജിൽ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, എനിക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഗവൺമെന്റ് കോളേജാണ് താല്പര്യം. അപ്പോൾ സ്പെഷ്യൽ ഗവൺമെന്റ് കോളേജ് പങ്കെടുക്കാമോ? എടാ, സ്പെഷ്യൽ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് കോളേജിലായാലും നിങ്ങൾക്ക് ഏത് കോളേജിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണം, NOC സർട്ടിഫിക്കറ്റ് വാങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ആദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഗവൺമെന്റ് കോളേജിൽ കിട്ടിയില്ലെങ്കിൽ നേരത്തെ കിട്ടിയ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതിനു മുന്നേ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ടോക്കൺ ഫീ അടച്ച് അതുപോലെ NOC സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വേണം സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. പാരാമെഡിക്കൽ എപ്പോൾ വരും? ഇനിയും ഒരുപാട് ലേറ്റ് ആവും. പാരാമെഡിക്കൽ ചോദിക്കുന്ന കുട്ടികൾക്ക് പറയാനുള്ളത്, LBSന്ന് ഒരു അപ്ഡേറ്റ്സും പാരാമെഡിക്കലിൻ്റെത് കിട്ടിയിട്ടില്ല. അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. SPMA തുടങ്ങിയിട്ടുണ്ട്. എന്താണ് SPMA എന്ന് അറിയാത്തവർക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പാരാമെഡിക്കലിന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ അത് അപ്ലൈ ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫീ റെസിപ്റ്റ് എങ്ങനെ എടുക്കും? ഇപ്പോ അവിടെ മെമ്മോയാ കാണിക്കുന്നത്. ഫീ റെസിപ്റ്റ് നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെമ്മോ ആയിരിക്കും കാണിക്കുന്നത്. മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കേണ്ടതാണ്. അലോട്ട്മെന്റ് കിട്ടി, ബട്ട് പാരാമെഡിക്കൽ ആണ് ഇൻട്രസ്റ്റ്. ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ LBS പാരാമെഡിക്കൽ അലോട്ട്മെന്റിൽ ഉൾപ്പെടുമോ? ആദ്യം മനസ്സിലാക്കേണ്ടത് BSc നഴ്സിംഗ് സെപ്പറേറ്റ് ആണ്, LBS പാരാമെഡിക്കൽ സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ്. നിങ്ങൾ BSc നഴ്സിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട, ടോക്കൺ ഫീ അടയ്ക്കേണ്ട, അഡ്മിഷൻ എടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. പാരാമെഡിക്കലിന് വെയിറ്റ് ചെയ്യാം. ഇത്ര മാത്രം ചെയ്താൽ മതി. 295.83 ആണ് ഇൻഡെക്സ്. സ്പോട്ട് അലോട്ട്മെന്റ് ഗവൺമെന്റ് കിട്ടുമോ? ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം മാർക്കുണ്ട്, പക്ഷേ നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, സ്പോട്ട് അലോട്ട്മെന്റിൽ ഗവൺമെന്റിൽ എത്ര സീറ്റ് വരും, അതിന് ഏതെങ്കിലും കാറ്റഗറിക്ക് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ് ആണോ എന്നതെല്ലാം ഇതിൽ ബാധകമാണ്. അത് നമ്മൾ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അലോട്ട്മെന്റ് മെമ്മോ എവിടെ നിന്നാണ് കിട്ടുന്നത്? നിങ്ങളുടെ പ്രൊഫൈലിൽ വരും ഇവിടെ അലോട്ട്മെന്റ് മെമ്മോ. അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് പ്രൊഫൈലിൽ വരും. കുറച്ച് കുട്ടികൾക്ക് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. തേർഡ് അലോട്ട്മെന്റ് ഇന്നലെ നൈറ്റ് വന്നതല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് കാണിക്കുന്നില്ല. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ വരും, പേടിക്കേണ്ട. എനിക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടിയിരുന്നു. ആ കോളേജിൽ പോകാനാണ് ഇഷ്ടം. ഡിലീറ്റ് ചെയ്ത് സേവ് കൊടുത്തു, ബട്ട് മെമ്മോ കാണിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വരും, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. 20th വരെയല്ലേ കോളേജ് ജോയിനിങ്? 20th വരെയാണ് കോളേജ് ജോയിനിങ് ആയിട്ട് വരുന്നത്. തേർഡ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ടോക്കൺ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് August 16 എന്ന് പറയുന്നത്. വീഡിയോയിൽ മാറി പറഞ്ഞു എന്ന് തോന്നുന്നല്ലേ? അതാണ് I think 1.33 എന്ന് കൊടുത്തിരിക്കുന്നത്. സോറി. അപ്പോൾ 16th വരെയാണ് ടോക്കൺ ഫീന്റെ ഡേറ്റ് ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അഡ്മിഷൻ എന്നായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചില്ല. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വാട്ട് അബൌട്ട് സ്പെഷ്യൽ ആൻഡ് സ്പോട്ട് അലോട്ട്മെന്റ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം. എത്ര ഇൻഡെക്സ് മാർക്ക് വരെ ആണ്, റാങ്ക് വരെയാണ് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യണം എന്നാണ്. നമ്മൾ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. എത്ര അലോട്ട്മെന്റ് വരെ ഉണ്ട്? അലോട്ട്മെന്റ് നമ്മുടെ വാക്കൻസി അനുസരിച്ച് എത്രത്തോളം സീറ്റ് ഫുൾ ഫിൽ ആവുന്നത് വരെ അലോട്ട്മെന്റ് നടക്കും. സ്പെഷ്യൽ അലോട്ട്മെന്റ് 10 അലോട്ട്മെന്റ് വരെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വർഷം വാക്കൻസി അനുസരിച്ച് അതനുസരിച്ചായിരിക്കും വരുന്നുണ്ടാവുക. ചിലപ്പോൾ കുറയാനും കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തില്ലേ പിന്നെ 4th അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെന്റ് പങ്കെടുക്കാൻ പറ്റുമോ? പങ്കെടുക്കാൻ പറ്റില്ല. നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. കോളേജില് മെമ്മോയിൽ 20ന് ചെന്നാൽ മതി എന്നാണ് കാണിക്കുന്നത്. എടാ, കോളേജിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിക്കുക. August 20 ലാസ്റ്റ് ഡേറ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മെമ്മോയിൽ ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ലാസ്റ്റ് ഡേറ്റ് വരെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. കാരണം എന്തെങ്കിലും ഡോക്യുമെന്റ്സിന് മിസ്റ്റേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതൊന്ന് ക്ലിയർ ചെയ്യാനുള്ള ഒരു ദിവസം കിട്ടും. August 20ന് മുന്നേ ആണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും കോളേജിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ പോകാൻ ശ്രദ്ധിക്കുക. ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും വന്നില്ല. ഇനിയിപ്പോ ഗവൺമെന്റ് സീറ്റ് നോക്കണ്ടല്ലോ.
LC ആണ് റാങ്ക് 1000 സംതിങ് ആണ്. ദെൻ സ്പോട്ട് അലോട്ട്മെന്റിന് മുമ്പ് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാം. ഇല്ല, ഓപ്ഷൻ റീഅറേഞ്ച്മെന്റ് ഒന്നും ഇനി പറ്റില്ല. ഇനി നിങ്ങൾ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പുതിയ ഓപ്ഷൻസ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പ്ലീസ് റിപ്ലൈ. എനിക്ക് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് താല്പര്യമില്ല, ഇനി പാരാമെഡിക്കൽ നോക്കാനാണ്. സോ എന്താണ് ചെയ്യേണ്ടത്? എടാ, പാരാമെഡിക്കൽ നോക്കുന്നവര് നഴ്സിംഗിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ പാരാമെഡിക്കലിന് വെയിറ്റ് ചെയ്യുക. ചേച്ചി, എനിക്കിപ്പോ ഒരു കോളേജ് കിട്ടി. ഞാൻ AMC FNCK വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ കോളേജ് കിട്ടിയ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? LBS വഴി കോളേജിൽ നിന്നും റീഫണ്ട് കിട്ടുമോ? നമ്മൾ പെനാൽറ്റിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കാട്ടോ. LBSന്റെ റീഫണ്ട് എന്ന് പറയുന്നത് 75,000 താഴെ ഇൻകം ഉള്ള കുട്ടികൾക്ക് പെനാൽറ്റി ഇല്ല. അതുപോലെ SC ST OEC ഫിഷർമാൻ കാറ്റഗറി സ്റ്റുഡൻസിനും പെനാൽറ്റി ഇല്ല. ഇൻകം 75,000 മേലെയുള്ള കുട്ടികൾക്ക് പെനാൽറ്റി ഉണ്ട്. ആ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസിലുണ്ട്. നമ്മൾ പെനാൽറ്റി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങളെ കാറ്റഗറി ബേസ് ചെയ്ത് മാത്രമേ ഫീ റീഫണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ AMC FNCK വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് LBSൽ വേണമോ AMC FNCKയിൽ വേണമോ എന്നതൊക്കെ തീരുമാനിക്കുക. അതുപോലെ തന്നെ AMC FNCKയിൽ എത്ര സീറ്റ് ഉണ്ടെന്നും നമുക്ക് എത്ര ഓപ്ഷൻസ് വെക്കാനുള്ളതെന്നൊക്കെ അറിയാലോ, പരിമിതികളുണ്ട്. അപ്പോൾ ലാസ്റ്റ് അവിടെയും ഇവിടെയും കിട്ടാത്ത രീതിയിലായി പോകാതെ നിങ്ങൾ തന്നെ തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ എന്നത് കാണിക്കുന്നില്ല, ഇനി കാണിക്കില്ല കേട്ടോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒന്നും. എന്റെ അലോട്ട്മെന്റിൽ പുതിയ കോളേജ് ഒന്നും കാണുന്നില്ല ഓപ്ഷൻ വെക്കാനായിട്ട്. അതിന് സമയം വരും, ഓപ്ഷൻ വെക്കാനുള്ള സമയം വരും. സ്പോട്ട് അലോട്ട്മെന്റിന്റെ ഡേറ്റ് LBS സൈറ്റിൽ വരും. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ചെയ്യേണ്ടത് കിട്ടിയ കുട്ടികൾക്ക് അഡ്മിഷൻ ഉറപ്പ് വരുത്തുക എന്നതാണ്. ആ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഇനി ഏതൊക്കെ കുട്ടികൾ അതിന് വേണ്ടാന്ന് പറഞ്ഞ് മാറിയിട്ടുണ്ട് ആ വേക്കൻസി സീറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നതും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതും. നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം മുതൽക്കേ നമുക്കുള്ള എല്ലാ സീറ്റും ഇല്ല. പല കോളേജസും സീറ്റ് ഫില്ലായതുണ്ടാകാം. അങ്ങനെയുള്ള കോളേജസ് ഒക്കെ ആ ഓപ്ഷനിൽ നിന്ന് മാറി വരുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ. മാം, സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി, ടോക്കൺ ഫീ അടച്ചു, കോളേജിൽ നിന്ന് കോള് വന്നു, അഡ്മിഷൻ എടുക്കാം 20-ാം തീയതി. ഓക്കെ, എനിക്ക് PNC മാക്കിൽ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയാൽ എന്ത് ചെയ്യണം? എടാ, ആദ്യം നിങ്ങൾ തീരുമാനിക്കണം. ഈ PNC മാക്കിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഈ LBSൽ ഒട്ടും കിട്ടാത്ത കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് PNC മാക്കിൽ കിട്ടാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ LBSൽ കിട്ടിയതും കളഞ്ഞിട്ട് PNC മാക്കിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ ഇതും കിട്ടില്ല അതും കിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥ വരാതെ നിങ്ങൾ സ്വയം തീരുമാനിക്കുക എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അതുപോലെ PNC മാക്കിന്റെ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 500-ന് താഴെ റാങ്ക് ഉള്ള കുട്ടികൾക്കേ ചാൻസ് ഉള്ളൂ. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് 10 ഓപ്ഷനേ വെക്കാൻ പറ്റുള്ളൂ. ആ ഓപ്ഷൻസിൽ ഓരോ കോളേജിലും എത്ര സീറ്റുകളുണ്ട് അതനുസരിച്ച് നിങ്ങൾക്കിപ്പോ എത്ര മാർക്ക് കൂടുതലെന്ന് പറഞ്ഞാലും ഇന്ന കോളേജിൽ ഒരു 30 സീറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 30-ൽ കൂടുതൽ കുട്ടികൾക്ക് സെയിം ഇൻഡെക്സ് മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും അവിടെ അഡ്മിഷൻ കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതനുസരിച്ച് നിങ്ങൾ ബുദ്ധിപരമായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ BSc AT and OT LBSൽ കാണിക്കുന്നില്ല. എടാ, BSc നമ്മുടെ കേരളത്തിലില്ല. OT and AT LBSൽ കാണിക്കില്ല. ഡിപ്ലോമ മാത്രമാണ് ഉള്ളത്. നമ്മളിത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് അർച്ചന കോളേജ് പന്തളമാണ് കിട്ടിയത്, ബട്ട് എനിക്ക് അത് വേണ്ട. ഇനി എന്ത് ചെയ്യും? ഇനി അടുത്ത സ്പോട്ട് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക, ആ കോളേജിൽ നിന്ന് NOC സർട്ടിഫിക്കറ്റ് വാങ്ങുക. എന്നാൽ മാത്രമേ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ പ്രോബ്ലം. എടാ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ BSc നഴ്സിംഗ് നിങ്ങൾക്ക് വലിയ വലിയ അസുഖങ്ങളില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. എല്ലാവരും ഒരേ രീതിയിലല്ല ഇരിക്കുന്നത്. വണ്ണമുള്ള കുട്ടികളും വണ്ണമില്ലാത്ത കുട്ടികളും പൊക്കമുള്ള കുട്ടികളും ഷോർട്ട് ആയിട്ടുള്ള കുട്ടികളും ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് കോളേജിൽ നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളുടെ ഫിറ്റ്നസ് ഓക്കെ ആണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഏത് ഡോക്ടറിനെ കാണുന്നു അവരെ കൊണ്ട് ജസ്റ്റ് എഴുതി വാങ്ങിപ്പിച്ചാൽ മാത്രം മതി. അതിൽ ഒരുപാട് അങ്ങ് നിങ്ങൾ ചിന്തിച്ച് കാട് കയറി പോവേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ BSc നഴ്സിംഗിന് ഉള്ള കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ എല്ലാ കുട്ടികളും ഒരുപോലെ ഒന്നും അല്ല ഇരിക്കുന്നത്. അപ്പൊ അതൊന്നും മാറ്റർ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ വലിയ അസുഖങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റർ ആയിട്ട് വരുന്നുള്ളൂ. ചേച്ചി, ടോക്കൺ ഫീ അടച്ചു, റെസിപ്റ്റ് അന്ന് ഡൗൺലോഡ് ആക്കിയില്ല. ഓക്കെ, ബട്ട് ഇപ്പോ റെസിപ്റ്റ് ഓപ്ഷൻ പോയില്ലേ? റെസിപ്റ്റ് ഓപ്ഷൻ കുഴപ്പമില്ല. നിങ്ങൾ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ആ റെസിപ്റ്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ബാങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ റെസിപ്റ്റ് റെഡിയാക്കി തരും കേട്ടോ. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല.
കുറച്ച് കുട്ടികൾക്ക് ഫ്രീസ്ഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുത്തതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുപോലെ LBSന്റെ എറർ ആവാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ LBSന് ജസ്റ്റ് വിളിച്ചൊന്ന് ഇൻഫോം ചെയ്താൽ മതി. ഒരുപാട് ടെൻഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. PNC മാക്കിൽ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്താൽ NRI സീറ്റ് മാത്രമേ കിട്ടുള്ളൂ. എടാ, അവിടെ ആയിരിക്കും നിങ്ങൾക്ക് പ്രയോറിറ്റി. നിങ്ങൾ NRI ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് എന്തിനാ NRI സീറ്റിന് പ്രയോറിറ്റി കിട്ടാൻ. നിങ്ങൾക്ക് അവിടെ ആദ്യം പ്രയോറിറ്റി കിട്ടും. നിങ്ങൾക്ക് എന്നിട്ട് അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് മാനേജ്മെന്റ് സീറ്റിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്യും. വീഡിയോ ലെങ്ത് ആയി പോയിട്ടുണ്ട്, നിങ്ങൾ കാണാതെ പോകരുത്. ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.